ധനുഷിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ എന്തായാലും ഇതാ കോടതി വരാന്ത കയറിയിരിക്കുന്നത്. അത്തരത്തിലൊരു കേസാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നയൻതാര, ഒപ്പം തന്നെ ഭർത്താവ് വിഘ്നേഷ്, അതോടൊപ്പം നയൻതാരയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. ധനുഷിന്റെ അങ്ങനെ വീണ്ടും നയൻതാര എയറിലാവുകയാണ്. നയൻതാരയ്ക്കെതിരെ ധനുഷ് കേസ് കൊടുത്തിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ. കാരണം എന്താണ്? നയൻതാര ധനുഷിൻ്റെ സെറ്റിലുണ്ടായിരുന്ന വീഡിയോ അത് ട്രെയിലറിൽ ധനുഷ് കണ്ടപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടും നോട്ടീസ് അയച്ചിട്ടും അതെടുത്ത് ഉപയോഗിച്ചു. അങ്ങനെ കാണിച്ച നയൻതാരയ്ക്കെതിരെ ധനുഷ് ഇപ്പം കേസുമായി പോയിരിക്കുകയാണ്. അങ്ങനെ നല്ല ഫ്രണ്ട്സായിരുന്ന 2 പേർ എങ്ങനെ അടിച്ച് പിരിഞ്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ ഇതിനെല്ലാം കാരണം എനിക്ക് തോന്നുന്നത് നയൻതാരയ്ക്ക് ചെറിയൊരു ഹെഡ് വെയ്റ്റ് അല്ലെങ്കിൽ ഒരു ഈഗോ ഉണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. നയൻതാര ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് നയൻതാരയ്ക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പല സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട്. ഇതിനൊരു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് ധനുഷിനെ കളിയാക്കിക്കൊണ്ട് നയൻതാര നാനും റൗഡിതാൻ എന്ന പടത്തിൽ എൻ്റെ അവാർഡ് സമയത്ത് എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇതിനകത്ത് പിൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് എന്തോ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയിലും അതിനകത്ത് നയൻതാര എന്തോ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇതുകൂടാതെ നയൻതാര ഇതിനു മുമ്പ് പല അവസരങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെൻറ്റാലിറ്റി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി സംസാരിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ എന്താണ് കറണ്ട് ഇഷ്യൂ, ഇപ്പം നയൻതാരയും ധനുഷും കോടതിയിലോട്ട് പോയതിൻ്റെ വാർത്ത നമുക്ക് കാണാം. നടി നയൻതാര അടക്കമുള്ളവർക്കെതിരെ നടനും നിർമ്മാതാവുമായ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. വിവാഹ ഡോക്യുമെന്ററിയിൽ നാനും റൗഡിത്താൻ ചിത്രത്തിന്റെ സെറ്റിലെ രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത്. ധനുഷിന്റെ നിർമ്മാണ കമ്പനിയുടെ പേരിലാണ് കേസ് നൽകിയത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും. റഹീസ്, അപ്പോൾ എന്തായാലും ധനുഷ് നയൻതാര ഏറ്റുമുട്ടലിന് അവസാനമില്ല, ധനുഷും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല അല്ലേ? ഈ ധനുഷ് നയൻതാര വിഷയത്തിന് യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ മൊത്തം കണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇപ്പോൾ അത് എസ്കലേറ്റ് ആയി അടുത്ത ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കറണ്ടായിട്ടുള്ള അപ്ഡേറ്റ്. സോ ഇത് ഒരു നടക്കെങ്കിലും പോകുന്ന ഒരു ലക്ഷണവും ഇല്ല. കൈവിട്ട് പോകുന്ന കളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നവർ ഇപ്പം നല്ല പക്ക എനിമീസായിട്ട് മാറിയിരിക്കുകയാണ്. ഹാഷ്മി, രണ്ടുപേരും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. അങ്ങനെയാണ് അവസാനം ഈ ഒരു തർക്കം കോടതി കയറിയിരിക്കുന്നത്. ഈ നയൻതാരയുടെ വിവാഹ ഡോക്യുമെൻ്ററി അതൊരു വിവാദ ഡോക്യുമെൻ്ററി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ നാനും റൗഡിത എന്നുള്ള സെറ്റ് അതിലെ ചില ദൃശ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനുഷിനെ നയൻതാര സമീപിക്കുന്നു. 2 വർഷമായിട്ടും ധനുഷ് അതിന് അനുകൂല മറുപടി നൽകുന്നില്ല എന്ന് നയൻതാര പറയുന്നു. ശേഷം നയൻതാര ഈ ചിത്രത്തിൻ്റെ ട്രെയിലറിൽ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയുടെ ഒരു ട്രെയിലറിൽ നാനും റൗഡിത എന്നുള്ള ചിത്രത്തിൻ്റെ സെറ്റിലെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നു. നയൻതാര ഇത് കേൾക്കാതെ ഇതിന് വകവയ്ക്കാതെ ഡോക്യുമെന്ററിയിൽ ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്യുമെന്ററി പുറത്തിറക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഒരു നോട്ടീസ് അയച്ചിട്ട് എൻ്റെ ആ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ഭാഗങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് ധനുഷ് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ നയൻതാരയ്ക്ക് പറ്റില്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും നയൻതാരയുടെ ഈഗോ കണ്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് മാളവിക എന്ന് പറയുന്ന നടി നയൻതാരയെ പറ്റി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ നയൻതാര നല്ല അടിപൊളിയായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പോലെ തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ഹെയറൊക്കെ പിൻ ചെയ്ത് നിൽക്കുന്നതിനെ അത് പടത്തിൽ അങ്ങനെ ചെയ്തതിനെ പറ്റി മാളവിക മോഹൻ കുറ്റം പറഞ്ഞിരുന്നു. കുറ്റം ഇൻ ദ സെൻസ് അത് എടുത്തു കാണിച്ചിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അത് നയൻതാരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നയൻതാര അതിന് ഉള്ള മറുപടി എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. இப்போ கரெக்டாக இருக்கும்போது there's this interview I saw of another heroine. என் பேர் சொல்ல, பட் என்ன சொன்னாங்க, இந்த மாதிரி ஏதோ ஒரு ஹாஸ்பிட்டல் சீனில் வந்து நான் அவங்கள பார்த்தேன். அந்த ஹாஸ்பிட்டல் சீனில் அவங்க அப்படியே ப்ரிம் அண்ட் ப்ராப்பராக ஹேர் எல்லாம் கரெக்டாக அப்படி வச்சுட்டு அப்படியே இருந்தாங்க. எப்படி வந்து ஹாஸ்பிட்டல் சீன்லலாம் எப்படி இருக்கும் அப்படின்னு அவங்க ஏதோன்னு சொல்லியிருந்தாங்க.
ஹாஸ்பிட்டல் அப்புறம் நான் வந்து ப்ரிம் அண்ட் ப்ராப்பராக இருக்கணும்னு சொல்ல, பட் ஆனால் முடியெல்லாம் விரிச்சு போட்டுட்டு அதுக்குன்னு உட்காந்துருக்க மாட்டாங்கல்ல. ஹாஸ்பிட்டல்னா உடனே ஐ மீன் யா தேர் வில் பி பீப்புள் டு டேக் கேர் ஆஃப் யூ அண்ட் தேல் ஆப்வியஸ்லி டை அப் யுவர் ஹேர் அண்ட் ஆல் കാട്ടി വിട്ടുവാങ്ക. നയൻതാരയുടെ അസഹിഷ്ണുത എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഇത്രയും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല. അതുപോലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നയൻതാരയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതിന് റെസ്പോൺസ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ശരി, ഓക്കെ, റെസ്പോൺസ് കൊടുക്കാം. അത് മാളവിക പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. ഹോസ്പിറ്റലിൽ എടുക്കുന്ന സീൻ അതിനനുസരിച്ചുള്ള ഇതല്ലേ പടത്തിൽ കാണിക്കേണ്ടത്, അതല്ലേ ഒറിജിനാലിറ്റി. അത് കാണിക്കുന്നില്ല, എന്നുള്ള രീതിയിലാണ് മാളവിക പറഞ്ഞത്. അതിൽ ഉള്ള കാര്യം തന്നെയാണ്, അത് പറഞ്ഞതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് നയൻതാരയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ റിപ്ലൈ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അസഹിഷ്ണുത അല്ലെ ഇൻടോളറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ആ ചിരിക്ക് പുറകിൽ നല്ല ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കരച്ചിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം അസഹിഷ്ണുതയുള്ള ഒരാളാണ് നയൻതാര. വേറെ ഒരു ഇൻ്റർവ്യൂ ഇതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ ധനുഷിനെ അവാർഡ് വേദിയിൽ വെച്ച് അവമാനിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അല്ലു അർജുനെയും നയൻതാര ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം സ്റ്റേജ് വെച്ച് ഉണ്ടായി. അപ്പം അവിടെയും നയൻതാര കാണിക്കുന്നത്, നയൻതാര ഈ ഫെയിമൊക്കെ വന്നതിന് ശേഷം നയൻതാരയ്ക്ക് എന്തോ വലിയ സംഭവമാണ്, അല്ലേ ലേഡി സെൽഫ് പ്രൊക്ലൈം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും അങ്ങോട്ട് സഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ല ഒന്നിനെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം നയൻതാരയുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ അല്ലു അർജുൻ സ്റ്റേജ് വെച്ച് നയൻതാരയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം അത് നമുക്ക് കാണാം. Thank you, Saima. Thank you for this award. It really means a lot. And thanks to all my fans who have always supported me in all my highs and lows. Thank you for being there always. இப்போ நான் அவருக்கு தேங்க் பண்ணலாமா வேணாமா? காதம்பரி எனக்கு வந்து ரொம்ப 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 பிடிச்ச கேரக்டர், ரொம்ப சேலஞ்சிங்காக அப்படி இருந்தது. ஃபர்ஸ்ட் நான் கேட்கும்போது ரொம்ப எக்ஸைட்டிங்காக இருந்தது. அதுக்கப்புறம் கொஞ்ச நாள் கழிச்சு ஷூட்டிங் போகிறதுக்கு முன்னாடி நான் டேரக்டர் கிட்ட கேட்கும்போது ஒரு மாதிரி எனக்கு தெரில, என்னால் பண்ண முடியாதான்னு எனக்கு தெரில. ஐ திங்க் இட்ஸ் டூ சேலஞ்சிங் ஃபார் மீ. ஐ டோன்ட் நோ இஃப் ஐ கேன் டூ ஜஸ்டிஸ் டு த ரோல் அப்படின்னு சொன்னேன். Vicky was the only person who actually believed in me and who told me that yes, you can definitely do it, and this is the time you can actually try a lot of different roles. So thank you Vicky for believing in me and making me do such a wonderful role. So I actually wanted to take the award from him. So can I call him on stage if you please, please. So I actually wanted to take the award from him. So can I call him on stage if you both don't mind? ப்ளீஸ் வாங்க விக்கி ப்ரோ, வாங்க ப்ரோ. இப்போ என்னன்னா நீங்க நான் ஆல்ரெடி சொன்னது லைஃப்ல வெயிட் பண்ணா பெரிய விஷயங்கள்லாம் கிடைக்கும். சும்மா அவங்கள பார்க்க போன ஆள் நீங்க, சும்மா போய் பார்த்து ஒரு தடவை பார்த்துட்டு வரலான்னு நீங்களே இப்போ அவார்டு கொடுக்குறீங்க. பாருங்க, நீங்க ஆக்சுவலி கூடவே வந்திருக்கலாம். ഇതിനെ രണ്ട് രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. ഒന്ന് വിഘ്നേഷ് ശിവനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ വിഘ്നേഷ് ശിവനെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ആണ് നയൻതാര കാണിക്കുന്നത്. പക്ഷേ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള അവസരം മറ്റൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അവിടെ അല്ലു അർജുൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്ന് നിന്നതാണ്. അപ്പം അല്ലു അർജുൻ്റെ നിന്ന് വാങ്ങിക്കണ്ട, എനിക്ക് വിഘ്നേഷ് ശിവൻ്റെ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞത് അത് ഡിസ്റെസ്പെക്റ്റ് ആണ്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ആലോചിക്കുക. ചിലപ്പോൾ ലേഡീസ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഗേൾസ് മെൻറ്റാലിറ്റി, അവരെ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എല്ലാം അവരെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഒരാൾ മാത്രം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരാറുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി ഇവിടെ നയൻതാരയ്ക്ക് വന്നിട്ടുണ്ടാവണം. വിഘ്നേഷ് ശിവനാണ് എല്ലാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നയൻതാര ചിന്തിക്കുന്നുണ്ടാവില്ല. അത് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഇവിടെ നയൻതാര അല്ലെങ്കിൽ അല്ലു അർജുനെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി അല്ലു അർജുനെ അറിയാമല്ലോ എത്രയും വലിയ ആക്ടറാണെന്ന്, അതുപോലും ചിന്തിക്കാനുള്ള ഒരു
ചിന്താഗതി നയൻതാരയ്ക്ക് അവിടെ ഇല്ല. ബിക്കോസ് നയൻതാരയ്ക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ്സ്, അവരെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാം, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്നുള്ളൊരു സ്വഭാവം. അത് ഒരു രീതിയിൽ നല്ലതാണ് വിഘ്നേഷ് ശിവനും അവരുടെ ജീവിതത്തിനും. പക്ഷേ മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട്ഫുള്ളായി കാണാനുള്ളൊരു ഡിസ്റെസ്പെക്ട്ഫുള്ളായി കാണരുത് എന്നുള്ളൊരു ചിന്താഗതി കൂടെ നയൻതാരയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഇതുപോലുള്ള കുറേ അവസരങ്ങളിൽ നയൻതാര പ്രതികരിക്കുന്ന രീതി അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നയൻതാരയ്ക്ക് ഒന്നും ഒരു അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ധനുഷ് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധനുഷ് പടം എടുത്ത സമയത്ത് അവർ കാരണം കുറേ നഷ്ടങ്ങളുണ്ടായി എന്ന് പറയുന്നു. ഇപ്പം ഈ ഒരു ഇത് വിറ്റ് പോകുന്നത് കാരണം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് ബിയോണ്ട് ദ ഫെയറി ടെയിൽസ് പോയത് കാരണം അവർക്ക് കാശുണ്ട്. അപ്പം കാശുണ്ടാകുമ്പോൾ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിൻ്റെ സെറ്റിലുള്ള സീൻസ് ഉപയോഗിക്കുന്നത് ധനുഷിന് അതിൻ്റെ അവകാശമുണ്ട്. ഈസ് ലീഗലി അബ്സല്യൂട്ട്ലി റൈറ്റ്. മോറലി എത്തിക്കലി തെറ്റാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവിടെ നയൻതാരയുടെ ഭാഗത്തു നിന്നുള്ള ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നയൻതാര സോഷ്യൽ മീഡിയ വന്നല്ല എല്ലാവരുടെയും മുമ്പിലാണ് ധനുഷിനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ കാണിച്ചത്. അപ്പോൾ ഹി ഓൾസോ ഹാസ് ദ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുമല്ലോ. അത് അവർ തമ്മിൽ ഓഫ്ലൈനിൽ പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ കൊണ്ടുവന്ന് ധനുഷിനെ അത് ഡിമീൻ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം എത്രത്തോളം നയൻതാര ഈ ഫെയിമൊക്കെ വന്നപ്പോൾ പണ്ട് ഫെയിം ഇല്ലാത്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി ഫെയിം ആയപ്പോഴത്തേക്ക് താൻ എന്തോ വലിയൊരു സംഭവമായി എന്നൊരു തോട്ട് പ്രോസസ്സ് നയൻതാരയ്ക്ക് വന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.